ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് കുഞ്ഞാവയുടെ ബാഗ് പാക്ക് ചെയ്യാം. കുഞ്ഞാവയ്ക്കുള്ള സാധനങ്ങളും ഞാൻ കൂടുതലും മീഷോയിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ക്ലോത്ത് ഐറ്റംസ് ആയാലും എല്ലാം മീഷോയിലായിരുന്നു. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനം തന്നെ കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ കുഞ്ഞുവാവയ്ക്കുള്ള എല്ലാ സാധനങ്ങളും ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. ഈ ബക്കറ്റ് പോലത്തെ ഈ കൂടയിലാണ് ഞാൻ കുഞ്ഞുവാവയുടെ എല്ലാ സാധനങ്ങളും വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. രാമചന്ദ്രനിൽ നിന്നുമാണ് ആ കൂട വാങ്ങിച്ചത്. പിന്നെ ബേബിയുടെ സാധനങ്ങളും ഞാൻ എൻ്റെ സാധനങ്ങൾ പാക്ക് ചെയ്തതുപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കുറേശ്ശെ ഓരോ കവറിലായിട്ടാണ് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് പൊടിയൊന്നും ഒടിക്കാതെ അതിൽ തന്നെ ഇരിക്കുമല്ലോ. അപ്പോൾ ആദ്യമായിട്ട് ഇത് സ്വാഡിൽ ക്ലോത്താണ്. അത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് കുറച്ചൊന്ന് പ്രീമിയം ക്വാളിറ്റി പോലെയുള്ളതാണ്. അത്യാവശ്യം കട്ടിയും അതുപോലെ നല്ല സോഫ്റ്റും ആണ്. അതുപോലെ പാറ്റേൺസും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊരു 300 സംതിങ് ആണ് ഇതിൻ്റെ വില വരുന്നത്. ഇതിൻ്റെ കൂടെ ഇങ്ങനൊരു വള്ളി കൂടി വരുന്നുണ്ട്. പക്ഷെ അതിന് പ്രത്യേകിച്ച് യൂസൊന്നും ഇല്ല. ഇത് കുറച്ചുകൂടി ചെറിയ സോളിഡ് ടവൽസ് ആണ്. ഇത് ഞാൻ സെറ്റായിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. 3 എണ്ണത്തിൻ്റെ ഒരു സെറ്റായിരുന്നു. ഇത് 3 എണ്ണത്തിന് കൂടി ബിലോ 200 ആയിട്ടുള്ളൂ. തുണിയൊക്കെ നല്ല സോഫ്റ്റാണ്, ക്വാളിറ്റിയൊക്കെ ഉണ്ട്. അത്യാവശ്യത്തിന് നമുക്ക് കുഞ്ഞിനെ പൊതിഞ്ഞെടുക്കാനായിട്ട് ഉപയോഗിക്കാം. ഇനി ഒരു 3 ടവൽസ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടവലാണ്. ഇത് നമുക്ക് കുഞ്ഞിനെ സ്വാഡിൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ 2 ടവൽസ് അത് കുറച്ച് വലിപ്പം ഉള്ളതാണ്, അതുപോലെ അത്യാവശ്യം നല്ല കട്ടിയുള്ളതുമാണ്. അപ്പം ഞാൻ കുഞ്ഞിന് സ്ലീപ്പിംഗ് ബെഡ് വാങ്ങിയിട്ടില്ല. അപ്പം അതിന് പകരം നമുക്ക് ബെഡിൽ ഇങ്ങനെ വിരിച്ച് കിടത്താനൊക്കെ ഉപയോഗിക്കാം. ഇത് 10 എണ്ണം വരുന്ന കുഞ്ഞുടുപ്പുകളുടെ സെറ്റാണ്. ഇതിൽ ഫ്രണ്ടിൽ കെട്ട് വരുന്ന ടൈപ്പാണ്. ഇത് ഞാൻ തേക്കുന്ന വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെയും തുണി നല്ല സോഫ്റ്റ് ആണ്, കുഞ്ഞുങ്ങൾക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ഇത് മീഷോയിൽ നിന്ന് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. ഈ 3 ഒന്നീസ് വാങ്ങിയിട്ടുണ്ട്. ഇത് 3 പാറ്റേൺസിലാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതും സെറ്റായിട്ടാണ് ഞാൻ വാങ്ങിച്ചത് മീഷോയിൽ നിന്നും. പിന്നെ 2 ഇത് റോംബർ ടൈപ്പ്, അതായത് ഫുൾ കവർ ചെയ്യുന്നതാണ്. ഇത് മഴയൊക്കെ അല്ലേ, അതുകൊണ്ട് ചിലപ്പോൾ തണുപ്പായതുകൊണ്ട് ആവശ്യം വന്നാലോ, അതുകൊണ്ട് ഞാൻ 2 എണ്ണം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടേ വാങ്ങിയിട്ടുള്ളൂ. കാരണം കുഞ്ഞുങ്ങളുടെ സൈസ് പെട്ടെന്ന് മാറുമല്ലോ, അതും നമുക്ക് കറക്റ്റ് സൈസും അറിയാൻ കഴിയില്ല. അതുകൊണ്ട് ഞാനൊരു ഉദ്ദേശത്തിന് 0 to 3 months പാകമായിട്ടുള്ളതാണ് വളരെ ലിമിറ്റഡ് ആയിട്ട് വാങ്ങിയത്. ഇതെല്ലാം കഴുകി തേച്ച് മടക്കി വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ നോത്ത് കാണിക്കാത്തത്. അപ്പോൾ ഇതെല്ലാം ഞാനൊരു ഷോർട്ടിൽ അന്ന് കാണിച്ചിരുന്നു. പിന്നെ ഇതെല്ലാം ഞാൻ അത് ബേബിയുടെ ഡ്രസ്സെല്ലാം കൂടി ഒരു പാക്കറ്റിലാക്കിയാണ് വെക്കുന്നത്. പിന്നെ നമുക്ക് റിസീവ് ചെയ്യാൻ നേരത്തെ ഹോസ്പിറ്റലിൽ ചോദിക്കുമല്ലോ, അപ്പോൾ അതിന് വേണ്ടി ഒരു സ്വാഡിൽ ക്ലോത്തും അതുപോലെ ഇതിൽ നിന്ന് എല്ലാ ടൈപ്പിൽ നിന്നും ഓരോ ഡ്രസ്സും കൂടി ഞാൻ എടുത്ത് വെക്കുന്നുണ്ട്, അവർക്കെടുത്ത് കൊടുക്കാനുള്ള എളുപ്പത്തിന്. പിന്നെ മിറ്റൻസും ക്യാപ്സും ഒക്കെയാണ്. ഇത് ഞാൻ അന്ന് കാണിച്ചു തന്നായിരുന്നു. 4 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ് ഞാൻ വാങ്ങിയത്. അതിൽ 2 എണ്ണം സെയിം കളറാണ് വന്നത്. എന്നാലും കുഴപ്പമില്ല, നല്ല തുണിയൊക്കെ നല്ല സോഫ്റ്റാണ്, നല്ല ക്വാളിറ്റിയും ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നും ഞാൻ ഒരു ക്യാപ്പും മിറ്റൻസും സോക്സും കൂടി ഞാൻ ഇതിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഏത് ടൈപ്പ് തുണിയാണ് ചോദിക്കുന്നതെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ എല്ലാത്തിൽ നിന്നും ഓരോന്ന് വെച്ചത്. പിന്നെ മഴ സീസണും കൂടിയല്ലേ, അപ്പോൾ ഇനി റോംബറാണോ ചോദിക്കുക, അതേ കെട്ടുടുപ്പ് മതിയോ, ഒന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാത്തിൽ നിന്നും ഓരോ സെറ്റ് വീതം വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാ ഡ്രസ്സും കൂടി, ഈ മിറ്റൻസും സോക്സും എല്ലാം കൂടി ഞാൻ ഒരു പാക്കറ്റിലാണ് ആക്കി വെച്ചത്. പിന്നെ 5 എണ്ണം വരുന്ന ഒരു ഫേസ് ടവലിൻ്റെ സെറ്റാണ്. ഇതിൽ ഞാൻ 3 എണ്ണം മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ. ഇത് നല്ല മസ്ലിൻ ക്ലോത്താണ്, അതുകൊണ്ട് നല്ല സോഫ്റ്റാണ്. കുട്ടികൾക്കൊക്കെ സ്കിന്നിലൊക്കെ വയ്ക്കുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ഇത് ബർപ്പൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് തുടയ്ക്കാനായിട്ടാണ്. അത് 3 എണ്ണമേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് എടുത്തിട്ടുള്ളൂ. ഡ്രൈ ഷീറ്റ് 2 എണ്ണത്തിൻ്റെ ഒരു സെറ്റാണ്. ഇത് സൈസ് മീഡിയമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷീറ്റ് തന്നെയാണ്. കുഞ്ഞിനെ കിടത്താനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ 2 എണ്ണമേ വാങ്ങിയിട്ടുള്ളൂ. പിന്നീട് ആവശ്യം വരികയാണെങ്കിൽ 1-2 കൂടി നമുക്ക് പിന്നീട് വാങ്ങിക്കാം. പിന്നെ ഇത് അലക്കിയ മുണ്ടാണ്. ഇത് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കീറി വെച്ചിട്ടുള്ളതാണ്. ഇതും വാഷ് ചെയ്ത് തേച്ച് മടക്കി വെച്ചേക്കുന്നതാണ്. ഇത് നമുക്ക് കുഞ്ഞിന് പാമ്പേഴ്സിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പാമ്പേഴ്സ് കുട്ടികൾക്ക് നമ്മളങ്ങനെ അധികം വെച്ച് കൊടുക്കാറില്ലല്ലോ. ഇനി ഇതുപോലെയുള്ള തുണിയാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ റാഷൊന്നും അങ്ങനെ ഉണ്ടാകാറില്ല. പിന്നെ 2 അലക്കിയ മുണ്ട് കീറാത്തതും വെച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ആവശ്യത്തിന് ചോദിക്കുന്നെങ്കിലോ അതിന് വേണ്ടിയാണ്.
പിന്നെ ഒരു ചെറിയ പാക്കറ്റ് പാമ്പേഴ്സ് വാങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നും ഓഫറുള്ള ഒരു സമയത്ത് വാങ്ങിയതാണ്. ഇത് 24 പീസ് വരുന്ന പാമ്പേഴ്സ് ആണ്. ടേപ്പ്ഡ് ആണ്. അത് അഡ്ജസ്റ്റബിളും ആണ്. അപ്പോൾ നമുക്ക് ന്യൂ ബോൺസിനൊക്കെ ടേപ്പ്ഡ് പാമ്പേഴ്സ് ആണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ വെറ്റ് വൈപ്സും കൂടുതൽ യൂസ് ചെയ്യുന്നത് ബേബിയുടെ സ്കിന്നിന് നല്ലതല്ല എന്നാണ് ഞാൻ കേട്ടത്. അതുകൊണ്ട് ഞാൻ ടിഷ്യൂ ആണ് എടുത്തത്. അത് നമുക്ക് വെള്ളത്തിൽ മുക്കി ഉപയോഗിക്കാമല്ലോ. പിന്നെ ബേബി ബെഡ് ഞാൻ വാങ്ങിയിട്ടില്ല. അതിന് പകരം ഞാൻ മൊസ്കിറ്റോ നെറ്റാണ് വാങ്ങിയത്. അതാകുമ്പോൾ നമ്മുടെ സൗകര്യം അനുസരിച്ച് ബേബി നമുക്ക് ബെഡിൽ തന്നെ കിടത്തി മൊസ്കിറ്റോ നെറ്റ് ഉപയോഗിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ബേബിക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ ബഡ്ജറ്റിനകത്ത് നിന്നുകൊണ്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർ കമൻറ്റിൽ ഒന്ന് ചോദിച്ചാൽ മതിയേ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ കുഞ്ഞാവയ്ക്ക് വേണ്ട സാധനങ്ങളും ഞാനൊരു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ പർച്ചേസ് ചെയ്തതും ബാഗ് പാക്ക് ചെയ്തതും എല്ലാം. അപ്പോൾ നമുക്ക് നോക്കാം എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന്. അപ്പോൾ ചില ഹോസ്പിറ്റലിൽ കുഞ്ഞാവയെ കുളിപ്പിക്കും, അവർ തന്നെ കുളിപ്പിക്കും. ആ സമയത്ത് അവർ എണ്ണ ചോദിക്കും. അപ്പം ഞാൻ കുഞ്ഞാവയ്ക്ക് വേണ്ടി എടുക്കാനായിട്ട് വെച്ചേക്കുന്നത് നമ്മൾ സാധാ മില്ലിൽ തേങ്ങയായിട്ട് കിട്ടുന്ന വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് മില്ലിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നമ്മളിവിടെ വീട്ടിൽ തന്നെ ആട്ടിയതുണ്ടായിരുന്നു. അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. അല്ലാതെ വെർജിൻ കോക്കനട്ട് ഓയിലൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ സോപ്പ് ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് കോട്ടയ്ക്കലിലെ ബേബി സോപ്പാണ്. അത് ഇതുവരെ വാങ്ങിയിട്ടില്ല, അതും കൂടി വാങ്ങിച്ചു വെക്കും. ബാക്കി എല്ലാ സാധനങ്ങളും, പിന്നെ നെയിൽ കട്ടർ ചില കുഞ്ഞുവാവകൾ ഡെലിവറി കഴിയുമ്പോഴത്തേക്ക് നല്ല നഖം ഉണ്ടാവുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ നേരത്തെ കുട്ടിയൊന്ന് വാങ്ങിച്ച് വെക്കും. ബാക്കി അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബാക്കി ഞാൻ ലിസ്റ്റ് തയ്യാറാക്കിയതെല്ലാം എടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ കുഞ്ഞുവായ്ക്കായിട്ട് കൂടുതൽ മോയ്സ്ചറൈസർ, ഷാമ്പു അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. ഞാൻ പർച്ചേസ് ചെയ്യുന്നില്ല. അഥവാ പിന്നീട് ഭയങ്കര ഡ്രൈ സ്കിന്നാണ്, അങ്ങനെയൊക്കെ മോയ്സ്ചറൈസർ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഏതാണോ നല്ലത് അത് വാങ്ങിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അങ്ങനൊന്നും ഞാൻ ആദ്യമേ വാങ്ങിച്ചു വെക്കുന്നില്ല. ഞാൻ സോപ്പ് മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. വേറെ അങ്ങനെ സ്കിൻ കെയർ പ്രോഡക്റ്റും അതൊന്നും കുഞ്ഞുവായ്ക്കായിട്ട് ഞാൻ ആദ്യമേ വാങ്ങിക്കുന്നില്ല. അപ്പോൾ അത്യാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എടുത്തു എന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും വിട്ടുപോയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, വീണ്ടും കാണാം. ബൈ ബൈ.